ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഞാനൊരു ചെറിയ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഇതിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽപ്പുണ്ട്. ദോശ കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് മൂക്കുമുട്ടെ കഴിക്കുവാണ് കേട്ടോ. ഞാൻ ആന ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഒരു ആനയുടെ ഷേപ്പ് ഇതൊക്കെയാണ്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊരു ദോശ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അവന് ഞാൻ ദോശ കൊടുത്തു. ദോശയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസം നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിക്കനോ എന്തെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഒരു മനസ്സുഖം കിട്ടത്തില്ല. അങ്ങനെ ഇന്ന് ചിക്കൻ വാങ്ങിപ്പിച്ചു. ചിക്കനാണെങ്കിൽ ഇപ്പോൾ ഒടുക്കത്തെ വിലയും 180 175 അങ്ങാണ്ടാ ചിക്കൻ്റെ വില. അതും ഇപ്പോൾ പക്ഷിവിഷ അങ്ങനെ എന്തൊക്കെയോ കോഴിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ കുഞ്ഞിന് വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ വാങ്ങിച്ചതാ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ആദ്യം ഞാൻ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് നൈസായിട്ടൊന്നുമല്ല ഞാൻ ഈ അരിയുന്നത്. എനിക്ക് ഈ ഉള്ളി കറക്റ്റായിട്ട് നൈസായിട്ട് അറിയാൻ പറ്റത്തില്ല. അതിപ്പം നമ്മൾ ബോർഡ് വെച്ചിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷേ അനിയത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ലൈസായിട്ടാണ് എടുക്കുന്നത്. ഈ സ്ലൈസായിട്ട് നമ്മളിങ്ങനെ ഉള്ളി അരിഞ്ഞിടുമ്പം ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. കട്ടി കൂടും തോറും അതിൻ്റെ അതിങ്ങനെ ഒന്ന് മൊരിഞ്ഞ് നല്ലതുപോലെ ഇങ്ങനെ വഴണ്ടി വരത്തില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഇവിടെ ചീനി എന്നാണ് പറയുന്നത്, ചീനി ഞാൻ ഇതുപോലെ അരിഞ്ഞ്, അപ്പോൾ ചീനിയൊക്കെ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഉണ്ടമുളക് സീസൺ ടൈമിൽ ഞങ്ങളിങ്ങനെ ചീനി എടുത്തിട്ട് ഉണ്ടമുളകും ഇട്ട് അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് എടുത്ത് കഴിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതിനിടയ്ക്കൂടെ ഒരാൾ എഴുതുന്നുണ്ട്, ഒരാൾ അപ്പുറത്തെ പിള്ളേരോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ മരത്തിൽ നിന്ന് കാരയ്ക്ക പറിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ കിടന്ന് പറയും. ഞാനിവിടെ കുക്ക് ചെയ്യുന്നെങ്കിൽ ഞാനിതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ പറയുന്നത്. എന്തുവാണെന്നറിയത്തില്ല, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് ചിക്കനും കൂടെ എടുത്ത് നമ്മുടെ ഉരുളിക്കകത്താണ് ചിക്കൻ വെക്കുന്നത്. അതിനകത്ത് കൊള്ളാവുന്നതേ ഉള്ളൂ. പിന്നെ കുക്കറിനകത്ത് ഞാൻ എപ്പോഴും ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്ത് വെക്കാതെ. കുക്കറിനകത്ത് 2 വിസിൽ മതി. അപ്പം ഞാൻ ഈ ഉരുളിക്കകത്താണ് എൻ്റെ സ്ഥിരം ചിക്കൻ വെക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് എടുത്ത് ഇതൊന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാരയ്ക്ക കൊണ്ടുവരാനാണ് അവൻ പറയുന്നത്. അവിടെ അവൻ നിന്ന് നോക്കുന്നതിൻ്റെ അപ്പുറത്ത് വലിയൊരു കാരയ്ക്കാമരം നിൽപ്പുണ്ട്. അതിനകത്ത് നിറച്ചും കാരയ്ക്കയാണ്. അപ്പോൾ അവൻ അവരോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടു തരുമോ ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അവരോട് ചെന്ന് ചോദിച്ചു. അവനോട് ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞേ അവിടെ ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാരയ്ക്ക കൊണ്ടുവരാമെന്നൊക്കെ അവർ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ്. ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കാരയ്ക്ക കൊണ്ടു തരുമോ എന്ന് നമുക്ക് നോക്കാം. കാരയ്ക്ക കഴിച്ചിട്ട് കുറേ നാളായി. കാരണം ഞങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്തൊരു കാരയ്ക്കാമരമാണ്. പണ്ട് ചേട്ടന്മാരൊക്കെ ഇതുപോലെ കാരയ്ക്ക പറിച്ച് തരുമായിരുന്നു. കാരയ്ക്ക, മൾബറിക്ക. പക്ഷേ ഈ ഒരു ഏരിയയിലോട്ടൊന്നും മൾബറിക്കായോ ഈ കാരയ്ക്കയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കാരയ്ക്ക മരം നിൽപ്പുണ്ട്. അതിനകത്താണ് നിറച്ചും കാരയ്ക്ക പിടിച്ചിങ്ങനെ ആഞ്ഞിലിച്ചക്ക. എനിക്കുള്ളതായോ ഒരിടം നോക്കട്ടെ, ഒരിടം താടി കഷ്ടമല്ലോ. അമ്മ എങ്ങനെ ഇടും നോക്കട്ടെ. എൻ്റെ ആദ്യം എന്നാ നീ കഴിക്കും. ഇത് ഞാൻ എടുത്തോട്ടെ പന്നല്ലേ. എടുക്ക് കഴിയും. അത് കഴിച്ചാൽ ഞാൻ കഴിയപ്പോൾ പോയതാ. കഴിച്ചു നോക്കേ. ആന്ന് കഴിക്ക്. ഞാറയ്ക്ക
അമ്മ ഒരു വീഡിയോ എടുക്കട്ടെ. ഒരെണ്ണം താടാ പ്ലീസ്, ഒരെണ്ണം താ, ഒരെണ്ണം താക്കളെ, ഒരെണ്ണം താ. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് പന്നലല്ലേ, ഇത് എടുക്കട്ടെ, പന്നല. അച്ഛൻ ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ, തുടർന്ന് കണ്ണൂർ ജില്ലാ വൃത്താന്തം കോഴിക്കോട്. This is Akashvani, the news read by Valsa Williams. The stage is കാരണം അതിൻ്റെ ഒരു പുളിയും ആ ഒരു സ്മെല്ലല്ല, ആ ഒരു പുളിയും ആ ഒരു ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ്. അതൊക്കെ കുറേ നാളിന് ശേഷം അപ്പോൾ അഞ്ചേട്ടൻ പറയുകയും ചെയ്തു വിഷമില്ലാത്തൊരു സാധനം ഇതുപോലെ കാരൊക്കെയാണെന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശമായി. പിന്നെ ഞാൻ ഈ ചീനി നമ്മൾ ആദ്യം വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഊറ്റുണ്ടല്ലോ, ആ സംഭവം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമതും കൂടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് രണ്ടാമത് വെച്ചപ്പോൾ ഓൾറെഡി ഒരു ഹാഫ് വേവ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അടിച്ചു മാറ്റി കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല, പിന്നെ അവനും കഴിക്കുന്നില്ല. 2 എണ്ണം കഴിച്ചിട്ട് അവനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇതിവിടെ നല്ല മഴ. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ വെള്ളം വീഴും, കാരണം അവിടെ മേളിലോട്ടുള്ള ഷെയ്ഡില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീനി സെറ്റായിട്ടുണ്ട്. ഉണ്ടമുളകുള്ള സമയത്താണെങ്കിൽ ഞാൻ 2 ഉണ്ടമുളകും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ചീനി അടിപൊളിയാണ്. ഇത് കറക്റ്റ് വെന്ത് കിട്ടി. കാരണം ഞാൻ അരിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ ഞാൻ അരിഞ്ഞു, എന്നാലും നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ ചിക്കൻ ഒന്ന് ഇളക്കിയപ്പം ചിക്കൻ്റെ ആ ചൂടുള്ളത് എൻ്റെ കയ്യിൽ വീണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെന്തതിനകത്ത് തന്നെ 2 കാലെടുത്ത് അവന് വറുക്കാൻ വെക്കുന്നുണ്ട്. അവന് ഫ്രൈ വേണമെന്നും പറഞ്ഞ് കിടന്ന് ഭയങ്കര വഴക്ക്. അപ്പോൾ ഈ കാല് കഴിക്കാൻ നമുക്കായാലും ഭയങ്കര ഇഷ്ടമാണ്, അതിനെ കടിച്ച് പറിച്ച് കഴിക്കാൻ. അങ്ങനെ കാല് 2 ഞാൻ ഒരു വിധം സെറ്റ് ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈയുമായി, അപ്പോൾ ചീനിയുമായി. ഇനി നമുക്ക് എന്താ പരിപാടി, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ, നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. അപ്പം ഞാൻ കുറച്ച്, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മീനായാലും നമ്മളൊരു ചെറിയൊരു പാത്രത്തിനകത്ത് ഇച്ചിരി ചീനിയും ഇച്ചിരി മീൻ കറി അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാരി കൊടുക്കും. അപ്പോൾ വാരി കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ആദ്യം ഒരു ഉപ്പ് നോക്കൽ പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ ആദിക്ക് കൊണ്ടുകൊടുത്തു. അവനത് ഇഷ്ടപ്പെട്ടു. അവനങ്ങനെ കറി അധികം കഴിക്കത്തില്ല, പക്ഷേ ഇന്നിപ്പോൾ ആൻഷിയേട്ടൻ പേടിപ്പിക്കുന്നത് കൊണ്ട് അവനിങ്ങനെ കഴിക്കുന്നുണ്ട്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ചീനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ആയപ്പോൾ നമ്മൾ ചോറ്, ചിക്കൻ ഫ്രൈ, ചീനി എല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കുക, നമ്മൾ കിടന്നുറങ്ങുക, ഇതേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ഇട്ടേക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.